ഹലോ ഹലോ. ആയിരങ്ങളെ പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഇതാ കടന്നു വരുന്നു. അല്ലേട്ടൊരു മൈക്ക് കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകത്തിന്റെ പുറത്ത്. ഇത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടത് റെഡിയാക്കി വെച്ചേള്ളൂ, ക്ലീൻ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. ഇലക്ഷൻ പരിപാടിക്ക് ഇത് കൊടുക്കാറുണ്ടോ? പിന്നല്ലാതെ ഇലക്ഷൻ വർക്കിനും പോകാറുണ്ട്, അല്ലാതെ കുറെ വർക്കുകളിനും അതല്ലാതെ പോകാറുണ്ട്, കോൺസേർട്സും ഷൂട്ടിങ്ങിനും പോകാറുണ്ട്, കുറെ കാര്യങ്ങളും. ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തിരക്ക് കൂടുതലാണ്. ഇപ്പൊ തിരക്ക് കൂടുതലാണ് ഇലക്ഷൻ ആയത് കാരണം. ഇപ്പൊ ഈ മൈക്കിന്റെ ഈ പരിപാടിയൊക്കെ മൊത്തം നോക്കി നടത്തുന്ന ആരാ? ഇപ്പൊ മെയിനായിട്ട് എന്റെ പാപ്പയാണ് നോക്കണത്, പിന്നെ ഞാനും ഇപ്പൊ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പാപ്പച്ചി വാപ്പവിടെ മാറിയിരിക്കുന്നു. അറിയില്ല. എന്താ പേര്? നൗഷാദിക്ക. അപ്പൊ ഈ ഇലക്ഷന്റെ തിരക്കൊക്കെ ഉണ്ടേ? ആ ഇലക്ഷന് കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ വലിയ വലിയ പരിപാടികൾക്ക് വരുമ്പോഴത്തേക്കും ഈ അടുത്തായിട്ട് മൈക്ക് പല സ്ഥലത്തും വില്ലനാണ്. ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും മറ്റൊക്കെ ആണെങ്കിലും മൈക്ക് പ്രധാനപ്പെട്ട ഒരു വില്ലനായി. അതെ അതെ. ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് വില്ലനാകുമെന്ന് പേടിയണ്ട? ഭയങ്കര പേടിയില്ല. അപ്പൊ ഇത് ഇലക്ട്രോണിക് സാധനമല്ലേ, എപ്പോഴെങ്കിലും ചെയ്യാം. മനുഷ്യന് കയറിയില്ല, പിന്നെ നമ്മൾ സാധനത്തിൽ കയറിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പൾസൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആര് ജയിക്കും മൊത്തത്തിൽ? അത് ഫുള്ള് നമ്മുടെ സ്റ്റാഫിന് അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ ഇവിടെ ആരായിരിക്കും ജയിക്കുക എന്നൊക്കെ? അത് രണ്ടുപേർക്കും സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മളോട് അവർ തീരുമാനിച്ചിട്ടാ പോകാറ്. അപ്പൊ നമുക്ക് പൈസ കിട്ടാറുണ്ടോ? ആ പൈസ മിക്കനും തരും, കുഴപ്പമൊന്നുണ്ടാവില്ല. പണ്ടൊക്കെയാണ് തരാറ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ട്? അതായത് നമ്മൾ തുടങ്ങിയിട്ട് 75 വർഷത്തിൽ 75 വർഷമായിട്ട് നമ്മുടെ എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സൗണ്ട് സിസ്റ്റം ആണ്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് എല്ലാവരും. എങ്ങനെയാ ഉദയ എന്നുള്ള പേര് വന്നത്? അത് ഫാദർ ഇട്ടാണ്. അപ്പൊ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ ഇനി ചേട്ടനിൽ നിന്ന് റാസിക്കിലേക്കാണ്. അത് മൂന്നാമത്തെ തലമുറയിലേക്ക് പോകണേ. മോനെ, അതെ, ഞാൻ ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഇതിലേക്ക് വന്നത്. പറഞ്ഞ സാധനം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. തീർച്ചയായിട്ടും. ക്യാമറമാൻ വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.